കഴിഞ്ഞിട്ടുണ്ട്. ഇത് മറ്റേ ഈ ഓപ്ഷൻ വണ്ടിയാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ഗാരേജിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. വർക്ക് അപ്ഡേറ്റ് ആണ്. CarJJ V1 വർക്ക് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയുണ്ട്. ഇന്ന് ഓശാന ഞായറാഴ്ചക്ക് മുമ്പുള്ള ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് വീടുകളിൽ കോഴിക്കോട്ടാന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കി. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടത് കോഴിക്കോട്ടയാണത്. ഓശാന ഞായറാഴ്ചകളിൽ നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ വീടുകളിൽ ഉണ്ടാക്കണൊരു സംഭവമാണ്. നമ്മുടെ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ പണിക്കാർക്ക് എല്ലാവർക്കും അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാലത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ മമ്മീയും ഡാഡിയും എല്ലാവരും കൂടി ഇരുന്നിട്ട് ആ സംഭവം ഉണ്ടാക്കി. ഇപ്പോൾ ഇത് ഗ്യാരേജിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ V2 എത്തിയിട്ടുണ്ട്. V2 നമുക്ക് ആ സംഭവം കൊടുക്കാം. കോഴിക്കോട്ട എടാ, നിങ്ങൾക്ക് കോഴിക്കോട്ടയാണ്. അത് കൊച്ചിലും കൊണ്ടോക്കോട്ടാ. അപ്പോൾ ഏകദേശം 6 മാസം മുമ്പ് നമ്മുടെ ഗാരേജിൽ നിന്ന് പെയിൻറ്റ് ചെയ്ത് പോയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ തട്ടൽ വന്നു. അപ്പോൾ അത് അവർ ടച്ചപ്പ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സീറ്റാണ് കേട്ടോ ഇത്. അന്നത്തെ വീഡിയോകളിൽ ചിലപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടാവായിരിക്കണം, ഇല്ലെങ്കിൽ അത് വേണ്ട. ഇത് 40 മെറ്റീരിയലിൽ നമ്മൾ ചെയ്തിട്ടുള്ള സ്ലീവ് സീറ്റാണ്. ഇതാ, അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ നിങ്ങളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ആ ഒരു അവൻ്റെ ഗ്രാൻഡ് ബ്രൗണും ഈ ഒരു വൈറ്റ് വണ്ടി നമുക്ക് ഇന്ന് ഡെലിവറി ചെയ്യണം കേട്ടോ. സീറ്റുകൾ കയറ്റിയിട്ടില്ല, പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോർ നമ്മൾ ഫസ്റ്റ് എപ്പോക്സി കോട്ടിങ് അടിച്ചു. ഇപ്പോൾ സീറ്റ് ഇതും കയറണം. അതാണ് ഇപ്പോൾ മേജർ പണിയായിട്ട് നിൽക്കുന്നുണ്ട്. വേറെ ബാക്കിയൊക്കെ പണിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്രില്ല് ഫിറ്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ ഇവിടെ യെല്ലോ ലൈറ്റ് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ. ഗ്രില്ലിപ്പോൾ രണ്ടാമത് അയക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രില്ലുമ്പോൾ നമ്മൾ ഇവിടെ 2 സ്ഥലത്ത് വെക്കാനാണ് കസ്റ്റമർ പറഞ്ഞത്. ഗ്രില്ല് ഇത്തിരി പണിയാണ്, ഭയങ്കര പത്തല മെറ്റീരിയൽ കണ്ടില്ല, ഹാർഡ് മെറ്റീരിയലാണ് ഗ്രില്ലെന്ന് പറയുന്നത്. ഹോൾ അടിച്ചിട്ട് നമുക്ക് വെക്കണം. ഇവിടെ ഇതേപോലെ ഹോൾ അടിച്ചിട്ട് നമുക്ക് വെക്കണം. ഈ ഒരു ലൈറ്റ് ഇതേപോലെ വരും കേട്ടോ. അതിനുള്ള പരിപാടി നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൈറ്റിൻ്റെ റേറ്റ് 800 ഉള്ളത്. പക്ഷേ ഇതിന് ഫിറ്റിംഗ് ചാർജും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. നമ്മുടെ ഗാരേജിൽ സെറ്റ് ചെയ്യുമ്പോൾ ഷോപ്പിലെ റേറ്റാണ് 800 എന്ന് പറയണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഇത് തീർത്തിട്ടുണ്ട്. ബാക്കിൽ എത്രത്തോളം വയറിങ് വന്നിട്ട് അതൊക്കെ ഇത് പാനൽ ചെയ്തിട്ട് കറക്റ്റാക്കി പുറമേക്ക് കാണാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോ രീതിയിൽ അളവനുസരിച്ച് ഒട്ടിക്കൊക്കെ വേണം കേട്ടോ. അപ്പോൾ നല്ല പണിയാണ് ഈ ഒരു സാധനം സെറ്റിങ് ചെയ്യാമെന്ന് പറയണത്. പോസിറ്റീവ് കൊടുത്തു പോസിറ്റീവ് കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഈ രീതിയിൽ ഗ്രില്ലായിട്ടാ. ഇനിയിപ്പോൾ വണ്ടിമേക്ക് കയറ്റാൻ നമുക്ക്. അവൻ്റെ ഗ്രാൻഡ് ബ്രൗണിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലൈറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ വരും കേട്ടോ. ബോണ്ട് അടച്ചിട്ട് നോക്കാം.
ആ കുഴപ്പമില്ല കേട്ടോ, രസമുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിച്ച് കേട്ടോ എങ്ങനെയുണ്ടെന്ന്. പാർക്ക് ലൈറ്റും ഒക്കെ മിററിൻ്റെ 3300 കേട്ടോ ഈ ഒരു മിറർ വരുന്നത്, സെറ്റിംഗ് അടക്കം. ഓൾറെഡി ഡാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യമേ ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ ചെയ്തതല്ല. അടക്കി पार्किंग लाइट चालू रखो। हाँ बंद करो, चालू कर दो पार्किंग लाइट। जाओ जाओ। ഞങ്ങൾക്ക് വാഷിങ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. വണ്ടി പുറത്തിറക്കി വാഷിങ് കഴിഞ്ഞിട്ട് കാണാം. ഈ സംഭവം ഒട്ടിച്ചത് വേറെ ഒന്നല്ല, ഇത് ഓൾറെഡി മുന്നേ സൈഡ് സ്കേർട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ സൈഡ് സ്കേർട്ടിങ്ങിൻ്റെ ഹോള് വലുതടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വലിയ ഹോള് രണ്ടാമതും ഹോൾ അടിക്കാൻ ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ സിലിക്കോൺ ഇട്ടിട്ട് അതായത് നമ്മുടെ ബമ്പറിൻ്റെ ക്ലിപ്പ് ഉണ്ടല്ലോ, സ്കർട്ടിങ്ങിൻ്റെ ക്ലിപ്പുമ്പോൾ കുറച്ച് സിലിക്കോൺ ഇട്ടിട്ട് പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പ്രസ്സിങ് തന്നെയാണ്, സ്ക്രൂ ഒന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ആ സിലിക്കോൺ ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് അടിച്ചേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളും ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് കാണാം. വാഷിങ്ങിലേക്ക് പോകണം കേട്ടോ. ഉച്ച സമയമായിട്ടുണ്ട്. കസ്റ്റമർ ഒരു 4:30 ആകുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ കസ്റ്റമറാണ്. പിന്നത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ വൈറ്റ് വണ്ടി ഇന്ന് ഡെലിവറി ഇല്ല, കസ്റ്റമർ തിങ്കളാഴ്ച വരുള്ളൂ എന്ന് പറഞ്ഞു. വണ്ടി ഇന്നൊക്കെ തീർത്തതാണ്. അപ്പോൾ കസ്റ്റമർ വേറൊരു വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വേറൊരാളെ, മറ്റേ പവർ വിൻഡോ കമ്പനി മാതിരിയാക്കാനായിട്ട്. അത് ആ വണ്ടിയുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഓപ്ഷൻ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പവർ വിൻഡോ വണ്ടി ഓടിച്ചു നോക്കിയ സമയത്ത് ബാക്കിൽ നിന്ന് ഒരു നോയ്സ് വന്നു. അതിനെ പെട്ടെന്ന് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പർ മാസ്കിങ് ചെയ്തിട്ടുണ്ടാവുന്ന ന്യൂസ് പേപ്പർ ഇല്ലേ, അത് ടയർ പൊട്ടിയിരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് കറങ്ങിയപ്പോൾ പപ്പ എന്ന് പറഞ്ഞിട്ടൊരു നോയ്സ് വന്നു. ഓക്കെ, ഞാൻ വണ്ടി ഓടിച്ചു നോക്കട്ടെ. ഇങ്ങനെയുള്ള സെറ്റിങ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ വണ്ടി ഒരു 30 കിലോമീറ്റർ സ്പീഡിൽ ആദ്യം വലിപ്പിച്ച് ഓടിക്കുക, അതിന് ശേഷം 30 കിലോമീറ്റർ സ്പീഡിൽ 5ാമത്തെ ഗിയറിട്ട് ഓടിക്കുക. വൈബ്രേഷൻ വരേണ്ട സാധനങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ വൈബ്രേഷൻ വരുന്നത് വേറെ ഒന്നല്ല, നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺസ് സ്കൈ ബ്ലൂ കളറായിരുന്നു. അപ്പോൾ അത് അവൻ്റെ ഗ്രാൻഡ് ബ്രൗണിലേക്ക് നമ്മുടെ ക്രിസ്റ്റൽ കളറിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
2010 മോഡൽ ഒരു വണ്ടിയായിരുന്നു. ഇന്നറിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഔട്ടർ ബോഡി കൺവെർഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാലിബറൊക്കെ റെഡ് അടിച്ചിട്ടുണ്ട്. കസ്റ്റമർ അലോയ് വീൽ ആഡ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. കഴിയണമല്ലേ? അപ്പോൾ നമ്മുടെ സീറ്റ് കയറ്റലും കാര്യങ്ങളും കഴിഞ്ഞു. ഡോർ പാഡുകൾ വൈൻഡറും കാര്യങ്ങളൊക്കെ കമ്പനിമാരി ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വൈറ്റ് വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്പോയിലറും കാര്യങ്ങളും ഫിറ്റ് ചെയ്യും കേട്ടോ. നമ്പർ പ്ലേറ്റ് മാറ്റണം. ഒരു ബോറുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ അങ്ങനെ 2 വണ്ടിയും ഏകദേശം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺ ഇന്ന് ഡെലിവറി ചെയ്യും. ഈ ഒരു വണ്ടി നമ്മുടെ തിങ്കളാഴ്ച കസ്റ്റമർ തിങ്കളാഴ്ച വരുന്ന കാരണമാണ് കേട്ടോ തിങ്കളാഴ്ചയ്ക്ക് ആക്കിയത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ CarJJ V1ലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ 2 വണ്ടിയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഡെലിവറി ഈ വണ്ടി ചെയ്യുന്നില്ല, ആ വണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.